ശരിക്കും നാലമ്പലം എന്ന് വേണമെങ്കിലും തൊഴാം. കർക്കിടക മാസത്തിലൊന്നുമല്ല, എപ്പോഴും തൊഴാം. പണ്ട് കാലത്തും നാലമ്പലം തൊഴലുണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ നാലമ്പലം തൊഴാൻ പോകാറുണ്ട്. അത് ഇന്നത്തെ പോലെയൊന്നുമല്ല. നേരെ ആ വെടി പൊട്ടനേക്കാളും മുമ്പ് 3 മണിക്ക് മുമ്പ് തൃപ്രയാർ എത്തും. എന്നിട്ട് തൃപ്രയാറപ്പനെ നിർമാല്യം കണ്ട് തൊഴും. നിർമാല്യം കണ്ട് തൊഴുതിട്ട് പിന്നെ നേരെ ഇരിങ്ങാലക്കുടയ്ക്ക് പോകും. അവിടെ ആ ഉഷപൂജ കണ്ട് തൊഴുത് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ മൂഴിക്കുളത്തേക്ക് പോകും. മൂഴിക്കുളത്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നാൽ ഉച്ചപൂജയാവും. അപ്പം നേരത്ത് ഉച്ചപൂജ കണ്ടു കഴിഞ്ഞാൽ അവിടെ വിശ്രമിച്ച് നാമൊക്കെ ജപിച്ച് വിശ്രമിച്ചിട്ട് അവിടുന്ന് ആ വൈകുന്നേരത്തോട് കൂടിയിട്ട് പായമ്മൽ പോകും. പായമ്മൽ പോയിട്ട് ശത്രുഘ്ന സ്വാമിയെ ദീപാരാധന കണ്ട് തൊഴും. ദീപാരാധന കണ്ട് തൊഴുതിട്ട് അവിടെ നിന്ന് വീണ്ടും തൃപ്രയാർക്ക് തന്നെ ചെല്ലും. തൃപ്രയാർക്ക് പോയി കഴിഞ്ഞിട്ട് അത്താഴപൂജയ്ക്ക് തൃപ്രയാറപ്പനെ തൊഴുത് നമസ്കരിക്കും. അങ്ങനെ ആയാലേ ഒരു നാലമ്പല ദർശനം പൂർണ്ണമാവുള്ളൂ. അങ്ങനെയാണ് നാലമ്പല ദർശനം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസം മുഴുവനും നമ്മുടെ മനസ്സ് ഈ ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മൾ ഈ രാമായണം വായിച്ചുകൊണ്ടിരിക്കുക. അന്നൊക്കെ രാമായണം നിത്യോപാസനയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെന്നിരിക്കുന്ന സമയത്ത് ഉച്ച സമയത്തൊക്കെ ഈ വിശ്രമിക്കുന്ന സമയത്തൊക്കെ ഈ രാമായണമൊക്കെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഈ അതിൻ്റെ ഉള്ളിലുള്ള രാമായണത്തെ നമ്മൾ ഓർത്തുകൊണ്ട് അതിനെ സ്മരിച്ചുകൊണ്ട് ഓരോരോ രാമൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ രാമൻ്റെ മഹത്വവും, ആ ഭരതകുമാരൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ മഹത്വവും, ലക്ഷ്മണകുമാരൻ്റെ ഭാവവും ശത്രുഘ്നൻ്റെ ഭാവമൊക്കെ നമ്മൾ ആലോചിച്ചു കൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് നാലമ്പല ദർശനം ചെയ്യേണ്ടത്. ഒരു ബസ്സിൽ കയറിപ്പോയി ക്യൂ നിന്ന് അപ്പുറത്ത് നിൽക്കണവരൊക്കെ പറഞ്ഞ് എന്തൊരു തിരക്കായി, തല ചുറ്റി വീഴാൻ പോണു, പഷ്ണി ഇറന്നിട്ട് പോയി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞപ്പോൾ നിർബന്ധമായിട്ട് വരൂ കേട്ടോ, ഞങ്ങളൊന്ന് വരുമോ നിങ്ങളിവിടെ ആരും വിളിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് നമ്മൾ മനസ്സൊന്നും അതിലേക്ക് എത്തണില്ല. ഈ ഒരു ഭാവത്തോടുകൂടി നമുക്ക് തൊഴാൻ സാധിക്കണില്ല. സമാധാനമായൊരു ദിവസം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ നാലമ്പല ദർശനം നടത്താവുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയായാലും എപ്പോഴായാലും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ആ ഒരു ഭാവങ്ങൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിറയണം. അപ്പോഴാണ് നമുക്കതൊക്കെ അനുഭവമായിട്ട് തീരുള്ളൂ. ആ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള രൂപം അല്ലേ, ആ താമരമാല ചാർത്തിയിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ആ രൂപം, ആ സംഗമേശൻ്റെ രൂപം മനസ്സിലിങ്ങനെ തെളിയണം നമുക്ക്. ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ആ സംഗമേശൻ എല്ലാ സംഘങ്ങളെയും